സമയത്ത് ഭക്ഷണം കഴിക്കുക അത് പറയും. ഈ സമയത്തിൽ കാര്യമുണ്ടോ ഭക്ഷണം കഴിക്കുന്നതിൽ? വിശക്കുമ്പോൾ കഴിച്ചാൽ മതി എന്നൊരു കോൺസെപ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് ഭക്ഷണം റെഗുലറായിട്ട് കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം എല്ലാ കാര്യത്തിലും ചിട്ടയുണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ ടോട്ടൽ കാലറി നമ്മൾ കഴിക്കുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഭക്ഷണത്തിൽ. നമ്മൾ ത്രൂ ഔട്ട് എ ഡേ അല്ലെങ്കിൽ ത്രൂ ഔട്ട് എ വീക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിക്വയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം കുറേ ഈ ലോഞ്ചിവിറ്റി സ്റ്റഡീസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും ഫസ്റ്റ് പറയുന്ന സാധനം കാലറി റെസ്ട്രിക്ഷനാണ്. അപ്പോൾ ഈ മൗസ് മോഡൽസിലുള്ള സ്റ്റഡീസ് അങ്ങനെ പല സ്റ്റഡീസും ഉണ്ട്. അതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലറി റെസ്ട്രിക്റ്റഡ് മോഡൽസിൽ പീപ്പിളിൽ ഒരുപാട് സ്റ്റഡീസ് ഇല്ല, മോസ്റ്റ്ലി ആനിമൽ സ്റ്റഡീസിലാണ്. ദീസ് ആനിമൽസ് ലിവ് ലോങ്ങർ, കാലറി റെസ്ട്രിക്റ്റഡ് ആനിമൽസ്. നമ്മൾ കൂടുതൽ കഴിക്കും തോറും നമ്മൾ കഴിക്കുന്ന കൂടുതൽ ഭക്ഷണം നമ്മുടെ ലൈഫ് സ്പാനെ ബാധിക്കാറുണ്ട് എന്നുള്ള രീതിയിലാണ്. പിന്നെ റെഗുലാരിറ്റി വേണ്ടത് സ്ലീപ്പിലാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഈയിടെയും കൂടെ ഒരു ലാൻസെറ്റിലെ സ്റ്റഡി വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പ് ലെങ്ത് ഡ്യൂറേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലീപ്പ് റെഗുലാരിറ്റി. ഈ സ്ലീപ്പ് റിലേറ്റഡ് പ്രോബ്ലംസ്, ഈ മെൻ്റൽ ഹെൽത്ത് ഡിക്ലൈനും അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ഡിക്ലൈനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലാരിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നാണ്. ഇപ്പോൾ ഭക്ഷണത്തിൽ റെഗുലാരിറ്റിയേക്കാളും ഐ റെക്കമെൻഡ് സ്ലീപ്പ് റെഗുലാരിറ്റി, ഭക്ഷണത്തിൽ മോഡറേഷൻ. അപ്പോൾ ഈ ദിവസത്തിൽ ഒരു നേരം ഫുഡ് കഴിച്ച് ഡയറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഒന്നെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ച ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ നല്ല ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കും. അത് അൺഹെൽത്തി ആണോ? ഡിപ്പെൻസ് ഓൺ വാട്ട് യു ആർ ഈറ്റിംഗ്. ഓ യാ. കാരണം ഇപ്പോൾ ഒരു നേരേ കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞാലും ടോട്ടൽ കാലറി ഒക്കെ അണ്ടർ കൺട്രോൾ ആണെന്ന് വെച്ചാലും ഇഫ് യു ആർ കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി അൺഹെൽത്തി ആണല്ലേ. അപ്പം പിന്നെ ഉറക്കം നമ്മൾ റെഗുലർ ആക്കാമെന്ന് പറയുന്നു. അപ്പോൾ പക്ഷേ നമുക്കെപ്പോഴും ചില കാര്യങ്ങൾ, ചില വർക്ക് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ഉറക്കത്തിൻ്റെ സമയം മാറി. ഇപ്പോൾ എല്ലാ ദിവസവും 10 മണിക്ക് കിടക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഒരു എത്ര ദിവസം വരെ നമുക്ക് ആ ഒരു ഇറഗുലാരിറ്റി, ഒരാഴ്ച, ഒരു 7 days എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത മാറ്റങ്ങൾ എത്ര ദിവസം ആവാം? റെഗുലറായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ 1 2 അല്ലെങ്കിൽ 3 ഈവൻ ഒരാഴ്ച ബ്രേക്ക് വന്നാലും കുഴപ്പമില്ല. പക്ഷേ ജനറലി മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ട്രൈ ടു കീപ് ദി ഷെഡ്യൂൾ എന്നാണ് പറയുക. ഇപ്പോൾ ഒരു ദിവസം നേരത്തെ ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ട്രൈ ടു വേക്കപ്പ് സെയിം സമയത്ത് തന്നെ എണീക്കാൻ നോക്കുക പിറ്റേ ദിവസം. എന്നിട്ട് അടുത്ത ദിവസം കുറച്ച് നേരത്തെ കിടന്നുറങ്ങാൻ നോക്കുക. പക്ഷേ അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എഴുന്നേക്കൽ സമയമാണെങ്കിലും ബട്ട് യു വിൽ ബി ടയർഡ് ദി ഹോൾ ഡേ. യു വിൽ ഗോ ടു സ്ലീപ്പ് ഏർലി അല്ലേ? ആ ഒരു ഇതിൻ്റെ വെച്ചിട്ട്. ഇനി ഫുഡ് ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ലൈക്ക് ഈ ലൈഫ് സ്റ്റൈലിനുള്ള ഗൈഡ് ലൈൻസ് ഇപ്പോൾ ഫുഡിലാണെങ്കിലും സ്ലീപ്പിലാണെങ്കിലും എക്സസൈസിലാണെങ്കിലും മോസ്റ്റ്ലി ഗൈഡ് ലൈൻസ് ആണ്. ദീസ് ആർ നോട്ട് ലൈക്ക് ഭയങ്കര എന്താ പറയുക ഹാർഡ് ഫാസ്റ്റ് റൂൾസ് അല്ല. നമ്മൾ ഇതിനെപ്പറ്റി ബോധർ ചെയ്യുന്നത് അത് കാരണം ഈ ആൾക്ക് ഭയങ്കര സ്ട്രെസ്സ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുക ഓക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. കാരണം ആ സ്ട്രെസ്സ് അതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട് നല്ല എക്സസൈസ് ചെയ്യുന്ന റെഗുലറായിട്ട് അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരിലും ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും. അത് വെയിറ്റ് കുറയ്ക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഷുഗർ കുറയ്ക്കാൻ പറ്റണില്ല, കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റണില്ല. നോക്കുമ്പോഴത്തേക്ക് അതിൽ അവർക്ക് ഞാൻ സ്ട്രെസ് സ്കോറുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാറുണ്ട്. സ്ട്രെസ് സ്കോർ ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ സ്ലീപ്പ് ആയിരിക്കും പ്രോബ്ലം. അപ്പോൾ ഈ സ്കോർ ഹൈ ആണെങ്കിൽ സ്ട്രെസ്സ് ഈ സെൽഫ് കാരണം നമ്മളുടെ എന്താ പറയുക ഈ സ്ട്രെസ് ഹോർമോൺസ് കൂടും, നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂടും. അത് കാരണം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിയുന്നതും എല്ലാ കാര്യങ്ങളും റെഗുലറായിട്ടും ഹെൽത്തി ആയിട്ടും ചെയ്യാൻ നോക്കുക. പക്ഷേ അതിനുവേണ്ടി ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ആഡഡ് സ്ട്രെസ് ആവാൻ പാടില്ല. ഈ സ്ട്രെസ് സ്കോർ എന്ന് പറയുമ്പോൾ എന്താ? അത് ഈ ഓരോ ക്വസ്റ്റ്യനേഴ്സ് ആണ്. അതായത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് നമുക്ക് ഒരാളുടെ പെർസീവ്ഡ് സ്ട്രെസ് സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡെക്സ് ഉണ്ട്. അതിൽ നിന്ന് അയാളുടെ ലോ സ്ട്രെസ് ആണോ, മോഡറേറ്റ് സ്ട്രെസ് ആണോ, ഹൈ സ്ട്രെസ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ പുറത്തുനിന്നുള്ള ഫുഡില്ലേ, അത് ജങ്ക് ഫുഡ് അല്ലാതെ തന്നെ ഫുഡ് ഇങ്ങനെ കുക്ക് ചെയ്ത് ബേക്ക് ചെയ്ത് കൊണ്ടുവരുന്ന അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ദിവസത്തിൽ ഒരു നേരം അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുക, 3 നേരം കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. സോ അത് എത്ര നേരം വരെ ഒരു ആഴ്ചയിൽ പുറത്തുനിന്ന് കഴിക്കാം? ഇതൊരാൾ ചോദിക്കാൻ പറഞ്ഞത്. ഓക്കെ, എത്ര നേരം വരെ കഴിക്കാം എന്നുള്ളതല്ലേ. ഇപ്പം നമുക്ക് പലപ്പോഴും എല്ലാവർക്കും ഒന്നും എല്ലാ ഭക്ഷണവും വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല. നമ്മളുടെ ലൈഫ് സ്റ്റൈലേ ഇങ്ങനെയാണ്. നമ്മൾ പുറത്തുനിന്നാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും ഞാൻ ജനറലി ഒരു ഗൈഡ് ലൈൻസ് പറയാറുണ്ട് എൻ്റെ പേഷ്യൻസിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു മേജർ മീൽ കഴിക്കുകയാണെന്ന് വെച്ചോ, ആ പ്ലേറ്റിൽ നല്ല 50% ഫൈബർ, അതായത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം. ബാക്കിയുള്ള ഹാഫ് ഉണ്ടല്ലോ, അതിലൊരു 1/4 എന്തെങ്കിലും പ്രോട്ടീൻ ഉണ്ടാവണം. പിന്നെയുള്ളൊരു 1/4 ഇപ്പം നിങ്ങൾക്കൊരു പ്ലേറ്റിനെ നമ്മൾ ഒരു ഹാഫായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഹാഫ് വെജിറ്റബിൾസ് ആൻഡ് ലൈക്ക് ഫ്രൂട്ട്സ് ഫൈബർ, മറ്റേ ഹാഫിൻ്റെ ഒരു ഹാഫ് പ്രോട്ടീൻ, ബാക്കിയുള്ളൊരു 1/4 കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ. അത് ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും മില്ലറ്റ് ആണെങ്കിലും അത് ആ ഒരു ഇതിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് പ്ലേറ്റ് ഇസ് ബാലൻസ്ഡ്.
WHO ഇറക്കിയൊരു ഹെൽത്തി പ്ലേറ്റ് മോഡൽ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കണമെന്ന് വെച്ചോ, പുറത്തുനിന്ന് എന്താ കഴിക്കണേ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിറയെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ട്, അൺപ്രോസസ്ഡ് ഫുഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഗുഡ് ഫോർ യു. അതുപോലെ തന്നെ നമ്മളുടെ അന്നത്തെ പ്രോട്ടീൻ റിക്വയർമെൻറ്റിനുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം ഇപ്പം നമ്മൾ മോസ്റ്റ് മീൽസും പുറത്തുനിന്നാണ് കഴിക്കുന്നതെങ്കിലും ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. എൻ്റെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആണോ എന്ന് എങ്ങനെ അറിയുക? വാട്ട് ഈസ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ? അപ്പോൾ അത് ഒന്ന് ഭക്ഷണത്തിലിപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ബാലൻസ്ഡ് പ്ലേറ്റ്, മെജോറിറ്റി ഓഫ് മീൽസ്, എല്ലാ മീൽസും പറ്റില്ല ഡെഫിനറ്റ്ലി, മെജോറിറ്റി ഓഫ് മീൽസ് ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ നോക്കുക. നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതെ നോക്കുക. പ്രോസസ്ഡ് ഫുഡുകൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. എന്താ പ്രോസസ്ഡ് ഫുഡെന്ന് വെച്ചാൽ എന്താ, ഈവൻ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതുപോലെ നമ്മൾ കഴിക്കുക, ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നട്ട്സോ, അതൊക്കെയാണ് അൺപ്രോസസ്ഡ് ആണ്. പക്ഷേ അതിന് പല ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് ഉണ്ട്. നമ്മളത് അരി അരച്ച് ദോശയാക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയാക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മനസ്സിലാവാത്ത കുറേ സാധനങ്ങളുണ്ടാകും, കുറേ നമ്പേഴ്സും. അന്ന് വെച്ചാൽ ദാറ്റ്സ് ആൻ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്. അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. ഈ അൺപ്രോസസ്ഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, അതുപോലെയുള്ള അൺപ്രോസസ്ഡ് ഫുഡുകൾ മാക്സിമം കഴിക്കാൻ നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറലി ഒരു ഹെൽത്തി ഈറ്റിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചാണ്, ഇപ്പം നൂഡിൽസ് ആഴ്ചയിൽ 3 ദിവസത്തിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ, മാഗി നൂഡിൽസ്, അപ്പോൾ നൂഡിൽസ് ആഴ്ചയിൽ 3 ദിവസത്തിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന്. അങ്ങനെയുണ്ടോ? നൂഡിൽസിൻ്റെ പ്രശ്നം എന്താ അറിയോ, നമ്മൾ കാണുമ്പോൾ വളരെ ഡ്രൈ ആയിട്ട് വെറുതെ മൈദ പോലെ ഇരിക്കുന്ന സാധനം, അത് ആക്ച്വലി ഡബിൾ ഫ്രൈഡ് ആണ്. ഡിഡ് യു നോ ദാറ്റ്? നോ, ഐ ഡിഡ്ന്റ്. ഈ നൂഡിൽസ് അതെന്തുകൊണ്ട് അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റണേ? നമ്മൾ സാധാരണ വെറുതെ ഡ്രൈഡ് ആയിട്ടുള്ളൊരു സാധനമാണെങ്കിൽ അങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല, 2 മിനിറ്റ്സിൽ കുക്ക് ചെയ്യണം. ഇത് ആദ്യം ഒരു വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇറ്റ് ഈസ് ഡബിൾ ഫ്രൈഡ്. ചിന്തിച്ചിട്ടില്ല. ഡബിൾ ഫ്രൈഡ് ആകുമ്പം അത് ഫ്രൈഡ് ഐറ്റംസ് ഹെൽത്തി അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മോഡറേഷനിൽ കൂടുതൽ. ഡബിൾ ഫ്രൈഡ് ആയാലോ ഓൾസോ രണ്ടാമത് അതിൽ ഫൈബർ എന്ന് പറയുന്ന സാധനം ഇല്ല, മൈദയാണ്, ഫൈബറില്ല. പിന്നെ എൻ്റെ കൂടെ വരുന്ന പാക്കറ്റിലുള്ളത് പറഞ്ഞ മാതിരിയുള്ള പ്രോസസ്ഡ് കെമിക്കൽസ് എല്ലാം ആണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റും അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് തോന്നുന്നത്? പ്രശ്നമാണ്. ഒരു ഡബിൾ ഫ്രൈഡ് ഐറ്റമൊക്കെ പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ പ്രശ്നമാണ്. ഇനി വെയിറ്റ്, ഓക്കെ, നമ്മളിത് നമ്മുടെ ഹെൽത്തും വെയിറ്റുമായിട്ട് പലപ്പോഴും അസോസിയേറ്റ് ചെയ്യാറുണ്ട്. എത്ര ഓഫണായിട്ട് ശരിക്കും ഒരാൾ വെയിറ്റ് ചെക്ക് ചെയ്യണം? നമ്മളുടെ വെയിറ്റ് എത്രയും നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ വെയിറ്റ് എന്നൊരു നമ്പറിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ എത്ര ഹെൽത്തി ആണെന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒന്ന്, ഇപ്പോൾ ഒരാൾക്ക് വെയിറ്റ് കൂടുതലുള്ളത് ചിലപ്പം എന്താ പറയുക ഫാറ്റ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം, ചിലപ്പം മസിലും ബോണും വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം, പിന്നെ വാട്ടർ വെയിറ്റ് ഉണ്ടെങ്കിലും വെയിറ്റ് കൂടാം. ഇപ്പോൾ നമ്മൾ ഡെയിലി വെയ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന വേരിയേഷൻസ് ഒക്കെ മോസ്റ്റ്ലി വാട്ടർ വെയിറ്റിലുള്ള വേരിയേഷൻ ആയിരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷേ മേ ബി അറ്റ്ലീസ്റ്റ് വൺസ് എ മന്ത് ചെക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുക വെയിറ്റിലല്ല ഫോക്കസ് ചെയ്യുക. ഞാൻ നോക്കുന്നത് അവളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജും അത് എവിടെയാണ് ഈ ഫാറ്റ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, വയറ്റിന് ചുറ്റുമുള്ള ഫാറ്റാണ് ഡേഞ്ചറസ്. ഈ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടിയ ഒരാളാണെങ്കിൽ പോലും അയാളുടെ ബോഡി ഫാറ്റ് ഈവൻലി ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈവൻ BMI നോർമലായിട്ടുള്ള 20-22 ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിസറൽ ഫാറ്റ് ലെവൽ 10-15 ഒക്കെ ആയിരിക്കും. അയ്യോ, നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഭയങ്കര കോമൺ ആണ് ഇതുപോലത്തെ ലീൻ ഒബിസിറ്റി എന്ന് അതിനെ പറയുക. ബാക്കിയൊന്നും ഉണ്ടാവില്ല, കൈയും കാലും ഒക്കെ നല്ല മെലിഞ്ഞിട്ടായിരിക്കും, വയറ് നല്ലോണം ഉണ്ടാവും. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവില്ലേ? അത് വിസറൽ ഫാറ്റാണ്. ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ദാൻ ഹാവിങ് എന്താ പറയുക മൊത്തം BMI കൂടുതലുള്ളതിനേക്കാളും ഡേഞ്ചറസ് ആണ്. ഈ ആൾക്കാരുടെ ബോഡി പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ മസിൽ മാസൊക്കെ ഭയങ്കര കുറവായിരിക്കും. മസിൽ നന്നായിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിസ്ക് ഉണ്ടാവും. പക്ഷേ അത് വിസറൽ ഫാറ്റ് ആകുമ്പോഴാണ് കൂടുതൽ റിസ്ക് ഉണ്ടാവുന്നത്. വിസറൽ ഫാറ്റ് എത്രയാണ് അതിൻ്റെ ഒരു ഓക്കെ? ഒരു 1 കിലോയ്ക്ക് താഴെയാണ് ആക്ച്വലി ഓക്കെ വരിക. അത് നമ്മൾ എങ്ങനെയാണ് ഞാനിപ്പോൾ ക്ലിനിക്കിൽ നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ബോഡി കോമ്പോസിഷൻ മെഷീൻ ഉണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിസറൽ ഫാറ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡെക്സ് അതിനകത്ത് കിട്ടും. അതിനനുസരിച്ചിട്ട് അതായത് നമ്മളുടെ തൊലിപ്പുറത്തുള്ള ഫാറ്റ് വേഴ്സസ് ഉള്ളിലെ ഇൻറ്റേർണൽ ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റിൻ്റെ റേഷ്യോ ആണ്. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8-ന് താഴേക്കാണ് നോർമൽ, 8-ന് മുകളിലേക്ക് അബ്നോർമലാണ്. ഓക്കെ, ഒരു 5-ന് താഴെ എന്നൊക്കെ പറയുന്നത് വെരി നോർമൽ. 4 to 8 is normal. 4 to 8 is normal. അത് ഫാറ്റിൻ്റെ വെയിറ്റ് അല്ല കേട്ടോ, ഇത് വിസറൽ ഫാറ്റ് ലെവൽ റേഷ്യോ ആണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് യൂഷ്വലി വയറ്റിനുള്ളിലെ ഫാറ്റ് 1 കിലോയ്ക്ക് താഴെ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർക്ക് സാധാരണ. ഡോക്ടർ, ഒരിക്കൽ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴെങ്കിലും തിരിച്ച് മാറ്റി പഴയ പോലെ ഡയബറ്റീസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ പറ്റുമോ? പറ്റും. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച വിത്തിൻ 5 years
പലപ്പോഴും പറ്റാറുണ്ട്. അത് മോസ്റ്റ്ലി 2-3 കാരണങ്ങളുണ്ട്. അത് എന്തൊക്കെ കൊണ്ടാണ്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് റിസ്ക് ആണ്, ഞാൻ ഈ പറഞ്ഞ മാതിരി വിസറൽ ഫാറ്റിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ടാണ്, അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഈ ലൈഫ് സ്റ്റൈൽസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഇപ്പം ഡയബറ്റിസ് റിവേഴ്സൽ എന്നാണ് കോമൺലി ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അതിൻ്റെ ടെക്നിക്കൽ ടേം ഡയബറ്റിസ് റെമിഷൻ എന്നാണ്. അതായത് നമ്മൾ റിവേഴ്സ് ചെയ്തു, മെഡിസിൻ ഇല്ല, അയാൾ ലൈഫ് സ്റ്റൈൽ മാത്രം കണ്ടിന്യൂ ചെയ്യുന്നു, ഷുഗർ നോർമലായിരിക്കുന്നു. പക്ഷേ ഒരിക്കൽ വന്നതുകൊണ്ട് വീണ്ടും ഇതേ വ്യക്തിക്ക് ഷുഗർ കൂടാനുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ റെമിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഷുഗർ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുമാത്രമല്ല, ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. നമുക്കൊരാൾക്ക് ഷുഗർ കണ്ടുപിടിച്ചാൽ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, അത് ഡയബറ്റീസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് വർഷമൊക്കെ ആൾക്കാർ എങ്ങനെയെങ്കിലും മരുന്ന് അവോയ്ഡ് ചെയ്യാനാണ് നോക്കുക, മരുന്നില്ലാതെ. അപ്പോൾ ആ സമയത്ത് ഷുഗർ കുറയൊന്നുമില്ല. എനിക്ക് ഈയിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഡോക്ടർ എന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തത് 3 വർഷമായി ഷുഗർ, 3-4 വർഷമായി ഷുഗർ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് മരുന്ന് തുടങ്ങാൻ പറ്റില്ല, ഞാൻ ലൈഫ് സ്റ്റൈലൊക്കെ ചെയ്യാം. ചിലപ്പോൾ പറ്റുന്ന ആൾക്കാരുണ്ട്, പെട്ടെന്ന് നല്ലോണം ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്താൽ കുറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ലൈഫ് സ്റ്റൈൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മെഡിസിനിൽ വെച്ചിട്ടാണെങ്കിലും ഷുഗർ കുറയ്ക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബ്ലഡിലെ ഷുഗർ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ആദ്യത്തെ 5 വർഷം ഡയബറ്റിസ് വന്ന 5 കൊല്ലം കൂടി നിന്ന് കഴിഞ്ഞാൽ, പിന്നെ അതിന് ശേഷം നമ്മൾ എത്ര കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്കിതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡയബറ്റീസ് കാരണം ഞാൻ പറഞ്ഞു, നമ്മളെ എല്ലാ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്ന്. ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു 60 വയസ്സൊക്കെ ആയിട്ട് ആൾക്കാർ വരും, ഷുഗർ നോർമലായിരിക്കും, HbA1c നല്ല കൺട്രോൾഡ് ആയിരിക്കും, പക്ഷേ ന്യൂറോപ്പതിയുടെ സൈൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് കിഡ്നി അഫക്റ്റ് ചെയ്ത സൈൻസ് ഉണ്ടാവും. ആ സമയത്ത് നമുക്കിനി ഷുഗർ ഒരുപാട് കുറയ്ക്കാൻ നമ്മുടെ കയ്യിലില്ല. എന്തുകൊണ്ടാണ് ഇതിപ്പോൾ വരുന്നത്? ആ തുടക്കത്തിൽ ഷുഗർ കൺട്രോൾ ആവാഞ്ഞത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജിൽ മാക്സിമം റിവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഷുഗർ വന്നു കഴിഞ്ഞിട്ടുള്ള പലരുടെയും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, പിന്നെ ഷുഗർ ഒഴിവാക്കുകയാണ്. ഓക്കെ, ഷുഗറിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മരുന്ന് കഴിക്കാനായിട്ട് ഇഷ്ടമല്ല, അപ്പോൾ ഷുഗർ മാത്രം അങ്ങ് ഒഴിവാക്കും, ഞാൻ കഴിക്കുന്നില്ല. അങ്ങനെ കഴിക്കാതിരുന്നത് കൊണ്ട് മാത്രം ഷുഗർ മാറും. ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഷുഗർ മാനേജ്മെൻറ്റിലാണെങ്കിലും നമ്മൾ എത്ര കാലറി ഉള്ളിലേക്ക് ചെല്ലുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഷുഗർ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യും. ഈ സ്പൈക്ക് ചെയ്യുന്നതും ഷുഗർ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതും ഒന്നും നമ്മുടെ ഷുഗർ ഡയബറ്റിസ് മാനേജ്മെൻറ്റിന് നല്ലതല്ല. പക്ഷേ ഷുഗർ മാത്രം കട്ട് ചെയ്തിട്ട് ഈ നമ്മളെ ബിസ്ക്കറ്റുകളോ അല്ലെങ്കിൽ അതുപോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. പിന്നെ ചിലപ്പോൾ ആൾക്കാർ ഷുഗർ കട്ട് ചെയ്യും, പകരം ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ തേനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും. ഇതെല്ലാം ഒരേ സാധനം തന്നെയാണ്. ഷുഗർ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ശരി, നമ്മളെ ഈ അസ്പാർട്ടമോ അല്ലെങ്കിൽ സുക്രലോസോ പോലെയുള്ള ഷുഗർ ഫ്രീ ആണെങ്കിൽ സ്പൈക്ക് ചെയ്യില്ല. ബാക്കി വായിൽ വെച്ച മധുരമുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്യും. അത് മാത്രം ഒഴിവാക്കിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഷുഗറുള്ള ആളുകളിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അവരോട് ചോറിൻ്റെ കാര്യം പറയുന്ന ഉടനെ തന്നെ ചോറ് മാറ്റിയേക്കാം, എന്നിട്ട് ചപ്പാത്തിയിലോട്ട് മാറും. ചിലരുണ്ട് വൈറ്റ് റൈസ് ഇവനാണ് പ്രശ്നം, ഇവനെ മാറ്റി ബ്രൗൺ ആക്കിയേക്കാം, അതോടെ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ കാര്യമുണ്ടോ? വ്യത്യാസം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ചപ്പാത്തിക്ക് അരിയേക്കാളും കുറച്ച് കുറവാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് അത്രയും കൂടില്ല, പക്ഷേ ഓവറോൾ ക്വാണ്ടിറ്റിയാണ് വീണ്ടും ഇമ്പോർട്ടൻ്റ്. നമ്മൾ മലയാളികളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അരിയായിരിക്കും, ചോറായിരിക്കും, കുറച്ച് കറി, എന്തെങ്കിലും ചാറ്. ഈ ചോറാണ് മേജർ മീൽ. അങ്ങനെ പകരം ചപ്പാത്തി ആക്കുമ്പോഴത്തേക്ക് ചപ്പാത്തി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് കറി കൂടുതൽ കഴിക്കും, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവാം. അല്ലാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ധാന്യമാണെങ്കിലും ഞാൻ പറഞ്ഞ മാതിരി പ്ലേറ്റ് മോഡലിൽ നമ്മളുടെ പ്ലേറ്റിൻ്റെ ഒരു 25% നിന്ന് കഴിഞ്ഞാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. എന്ത് കഴിക്കുന്നു എന്നതിലുപരി അത് എത്രത്തോളം കഴിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ ഈ CGM വെച്ചിട്ട് ആൾക്കാരുടെ ബ്ലഡ് ഷുഗർ സ്പൈക്സ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം മേജർ കൾപ്രിറ്റ്സ് പുട്ട്, അപ്പം, ഇതൊക്കെ കഴിക്കുമ്പോഴാണ് സാധാരണ ഏറ്റവും വലിയ സ്പൈക്ക് കാണാറ്. ഗോതമ്പൊക്കെ ചപ്പാത്തിയൊക്കെ ആകുമ്പം മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ആൾക്കാർ അത്രയും കഴിക്കില്ല, അതുകൊണ്ടാണ് അത്രയും വലിയ സ്പൈക്ക് ഉണ്ടാവാത്തത്. അപ്പം മോഡറേഷൻ ഇസ് ദ കീ. ഒരുപാട് കഴിക്കാതിരിക്കുക. തടിയാണ് പലരും വളരെ പ്രശ്നമായിട്ട് പറയുന്നത്. ഞാൻ ഒബീസ് ആവുകയാണ്, എനിക്ക് വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചില ആളുകളുണ്ട്, അവർ പറയും എത്ര കഴിച്ചാലും എനിക്ക് വണ്ണം വെക്കത്തില്ല. അതെന്താ അങ്ങനെ? എത്ര കഴിച്ചാലും വണ്ണം വെക്കാത്ത ആളുകൾ? ചില ആൾക്കാരുടെ ശരീരപ്രകൃതി ആയിരിക്കും. ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ അവരുടെ BMI നോർമൽ ലെവലിലാണ്, അവർക്ക് ക്ഷീണമൊന്നുമില്ല, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ നന്നായി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വെയിറ്റ് ഗെയിനിൽ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ടെന്നാണ് പറയുക. പക്ഷെ നമുക്ക് മസിൽ ഗെയിനിൽ ഫോക്കസ് ചെയ്യാം. ജനറലി നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യുക, ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറച്ച് കൂടാറുണ്ട്. അത് മതി, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതൊന്നും ചെയ്തിട്ടും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗട്ടിൽ അബ്സോർപ്ഷൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ തൈറോയിഡ് റിലേറ്റഡ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും. ഡോക്ടർ, ചില ആളുകൾ പറയും ഞാൻ പച്ചവെള്ളം കുടിച്ചാലും എനിക്ക് തടി വെക്കാണ്. ചില ആളുകൾ പറയും ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും എനിക്ക് തടി വെക്കുന്നില്ല.
അതിൻ്റെ ഗുട്ടൻസ് എന്താണ് ശരിക്കും? അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടും വെയിറ്റ് കുറയാത്ത ആൾക്കാരിൽ നമ്മൾ നോക്കുമ്പം മോസ്റ്റ്ലി കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സ്ട്രെസ്സിൻ്റെ ലെവൽ ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പ് പ്രോപ്പർ ആയിരിക്കില്ല. പിന്നെ വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്ന ആളുടെ ഒരു ഡെയിലി ഡയറ്റ് കറക്റ്റായിട്ടൊന്ന് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഞാനൊന്നും കഴിക്കുന്നില്ല എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ആണെങ്കിൽ പീരിയഡ്സിൻ്റെ ചേഞ്ച് വരുന്ന ഓരോ സൈക്കിളിനനുസരിച്ച് വാട്ടർ ഗെയിനിങ്, വാട്ടർ വെയിറ്റ് കൂടും, ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാവും, അങ്ങനെയുള്ള റീസൺസും ഉണ്ടാവും. ബട്ട് മോസ്റ്റ്ലി കാണുന്നത് ഒന്ന് ഇങ്ങനത്തെ പ്രോബ്ലംസ് അല്ല, അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഹോർമോണൽ പ്രോബ്ലംസ് ആയിരിക്കും. ചിലപ്പോൾ തൈറോയിഡിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ഈ TSH കൂടുക. ആ സമയത്ത് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തിരിച്ച് തൈറോയിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുകയാണെങ്കിൽ അപ്പോൾ TSH കുറയുക ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും വെയിറ്റ് വെക്കാത്തൊരവസ്ഥ ഉണ്ടാവാം. അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ള സമയത്തും ചിലപ്പോൾ ആൾക്കാർ ഭയങ്കര വിശപ്പായിരിക്കും, ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും, പക്ഷെ അവർ വെയിറ്റ് കൂടില്ല. കാരണം ഡയബറ്റീസ് കൂടുമ്പോൾ നമ്മുടെ സെല്ലുകൾ സ്റ്റാർവിങ് ആണ്, ബ്ലഡിലെ ഷുഗറേ കൂടുള്ളൂ, ഇൻസുലിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സെല്ലിന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് മസിലും ഫാറ്റും ഒക്കെ ഇതെടുത്ത് ബേൺ ചെയ്യാൻ തുടങ്ങും. പിന്നെ ജനറലി ഇതൊന്നും അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് വെയിറ്റ് കൂടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒരാൾ ജനറലി ഹെൽത്തിയാണ്, അവർക്ക് ഫിസിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യുക, ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുക, മസിൽ ബൾക്ക് കൂട്ടുക, അല്ലാതെ നമ്മൾ വെയിറ്റ് കൂട്ടുന്നതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ശരീരം നമ്മൾ ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, പ്രിവെൻറ്റ് ചെയ്യുക, അസുഖം വന്നിട്ട് ചികിത്സിക്കാനിരിക്കാതിരിക്കുക, അതുപോലെ നേരത്തെ ചെയ്യേണ്ട ടെസ്റ്റുകൾ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് പ്രിവെൻറ്റ് ചെയ്യുക അല്ലേ? അതെ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ടെസ്റ്റുകൾ ചെയ്യുക, തോന്നിയ പോലെ അല്ലാതെ. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.